അതാണ് ഇറാനിലാണ് വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഭരണ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, സൈനിക നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. മധ്യ ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ ആക്രമണം എന്നുള്ളത് ഇപ്പോൾ അത് ടൈംസ് ഓഫ് ഇസ്രായേൽ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇസ്രായേൽ നഗരമായ പെറ്റാ-ടിക്വയിൽ ആക്രമണം ഉണ്ടായി എന്നതാണ്. നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. UAE ഭാഗത്തു നിന്ന് അതിരൂക്ഷ വിമർശനമുണ്ടാകുന്നു. കൂടാതെ സൗദി അറേബ്യ അപലപിക്കുന്നുണ്ട്. റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ വഞ്ചനാപരമായ ആക്രമണമാണ് നടന്നത് എന്ന് പറയുന്നു. ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഏത് ആക്രമണത്തിനും മറുപടി നൽകാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റു വാർത്തകളിലേക്കാണ് എത്തുന്നത് ഇടവേളയെടുത്തതിന് ശേഷം. You are watching 24 from News Headquarters, Kochi. You are watching 24. തിരികെ വാർത്തയിലേക്ക്. ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയ വിശദാംശം കൂടി വന്നിട്ടുള്ളത് ബഹ്റൈനിൽ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. മനാമ നഗരത്തിൽ സ്ഫോടനം നടന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. രാജ്യം മുഴുവൻ സൈറൺ മുഴങ്ങുകയാണ്. കൂടാതെ ഹെസ്ബുള്ളയുടെ ഒരു പ്രതികരണം വരുന്നത് ക്ഷമയുടെ യുഗം അവസാനിച്ചു എന്നതാണ്. പ്രതിരോധത്തിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇസ്രായേൽ യുദ്ധം ആഗ്രഹിച്ചതിനാൽ തുറന്ന യുദ്ധം നടത്തും എന്നുള്ളതാണ്. അത് തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് ഹെസ്ബുള്ള അറിയിച്ചിട്ടുള്ളത്. നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നതിലേക്ക് കൂടി പോകുന്നു. മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കിയേക്കും. AV ഗോപിനാഥ് CPIM തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. AV ഗോപിനാഥുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായി. ഷാരിഖ്, ഒരു മഞ്ഞുരുക്കത്തിന്റെ കാഴ്ചയിലേക്കാണോ നമ്മൾ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. അനുജ, തീർച്ചയായും AV ഗോപിനാഥിനെ CPIയുമായുള്ള പിണക്കം പൂർണ്ണമായും പരിഹരിച്ച നിലയിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആക്കിയേക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമയമാണ് AV ഗോപിയുമായി പാലക്കാട് ടൗണിൽ വെച്ച് ഒരു ചർച്ച നടത്തിയത്. അത്തരത്തിൽ പാലക്കാട് ടൗണിൽ വെച്ച് ഒരു ചർച്ചയിൽ AV ഗോപിനാഥും മുഖ്യമന്ത്രി മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഗോപിനാഥ് CPIയുമായി കുറച്ചു നാളുകളായി പിണക്കത്തിലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ CPIM തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം പ്രാദേശിക പെരിങ്ങോട്ടുകുറിശ്ശിയിലുള്ള പ്രാദേശിക നേതൃത്വം CPIയിലെ തന്നെ തോൽപ്പിച്ചു എന്നുള്ള കാരണം ഉയർത്തി AV ഗോപിനാഥ് CPIയുമായി ഏറെ നാളായി അകൽച്ചയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന അത്തരത്തിൽ. അപ്പോൾ CPIന്റെ പാലക്കാട് ജില്ലയിലെ നേതാക്കൾ AV ഗോപിനാഥുമായി ചർച്ച നടത്തിയിരുന്നു. അത്തരത്തിലൊന്നും ആ ഒരു മഞ്ഞുരുക്കത്തിലേക്ക് വരാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് AV ഗോപിനാഥുമായി ചർച്ച ഒരു ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ നൽകും എന്നുള്ള തരത്തിൽ ഒരു
ിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം CPIMന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വരുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-മായി സഹകരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് AV ഗോപിനാഥ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ അത്തരത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പദവി ഗോപിനാഥ് CPIM തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു എന്ന വാർത്തയാണ്. അതിനിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.